പവിഴം ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടേതായി പിന്നെ വന്ന ഒരു 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 എന്താ പറയാ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത്, മുസ്ലിങ്ങളുടെ ആഘോഷം മറ്റു മതക്കാരെ അത്ഭുതപ്പെടുത്തുന്നു. കേരളത്തിൽ മാത്രം ഒറ്റ രാത്രി കൊണ്ട് വളരെ നിശബ്ദമായി ഏകദേശം 97 കോടി രൂപയുടെ ചാരിറ്റി നടക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പെരുമ്പാവൂരിലെ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. ഒരു അരി വ്യവസായി എന്ന നിലയിൽ കച്ചവടം തീരെ കുറയുന്ന മാസമാണ് റംസാൻ മാസം. എങ്കിലും ഞങ്ങൾ ഏറ്റവും പരമാവധി അരി സംഭരണം നടത്തുന്ന മാസവും റംസാൻ മാസമാണ്. കാരണം റംസാൻ മാസത്തിന്റെ അവസാന ദിവസമായ പെരുന്നാൾ തലേന്ന് മുസ്ലിം സഹോദരങ്ങൾ അരി അന്വേഷിച്ചിറങ്ങും. നല്ല ക്വാളിറ്റിയുള്ള അരി ചിലവാകുന്നത് അന്നാണ്. കുടുംബത്തിൽ ഒരാൾക്ക് 2.5 കിലോ വീതമാണ് വാങ്ങുന്നത്. എന്നിട്ട് ആ അരി മുഴുവൻ തങ്ങളിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അവർ സംഭാവന ചെയ്യും. സംഭാവന എന്ന് പറഞ്ഞുകൂടാ, കാരണം അത് അവരുടെ മുതലാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ സ്വീകരിക്കുന്നവന്റെ സമ്പത്തായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഞാൻ കുറെ കാലമായി ഇത് ആലോചിക്കാറുണ്ട്. മുസ്ലിം സഹോദരങ്ങളുടെ ആഘോഷങ്ങൾ, ചാരിറ്റി അതിന്റെ പ്രധാന ഘടകമാണ്. കേരളത്തിൽ 88 ലക്ഷം മുസ്ലിങ്ങളുണ്ട്. അതിൽ 75 ലക്ഷത്തോളം പേർ സക്കാത്ത് നൽകുന്നു എന്ന് കരുതിയാൽ 1,95,00,000 കിലോ അരിയുടെ കൈമാറ്റം നടക്കും. ഏകദേശം 97 കോടി രൂപയുടെ ചാരിറ്റി ഒറ്റ രാത്രി കൊണ്ട് വളരെ നിശബ്ദമായിട്ടാണ് നടക്കുന്നത്. ഞാൻ ആവർത്തിക്കുന്നു, ഞാൻ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ കയറി നോക്കിയല്ല വായിക്കുന്നത്. പക്ഷേ ഈ പറയപ്പെടുന്ന ആശയം വളരെ വ്യക്തമാണ്. റമദാൻ മാസം അവസാനിക്കുമ്പോൾ ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്ന ഒരു നിർബന്ധ സക്കാത്ത് മുസ്ലിങ്ങൾക്കുണ്ട്. അപ്പോ എല്ലാ മുസ്ലിങ്ങളും, മിക്കവാറും വളരെ ദരിദ്രരായ ആളുകൾ ഒഴിച്ചു നിർത്തിയാൽ എല്ലാ മുസ്ലിങ്ങളും അവരുടെ വീട്ടിൽ 3 ആളുണ്ടെങ്കിൽ ഈ പറയുന്ന 2.5 കിലോ വെച്ച് കൊടുക്കുകയാണെങ്കിൽ 7.5 കിലോ അരി അവർ ദാനം ചെയ്യും. 10 ആളുണ്ടെങ്കിൽ 25 കിലോ അരി അവർ ദാനം ചെയ്യും. ആ നാട്ടിലെ പാവങ്ങൾക്ക് കൊടുക്കും.